ജൂലൈ 15-നുള്ളിൽ ഈ കാര്യങ്ങൾ സർക്കാർ നടത്തി തന്നില്ലെങ്കിൽ വളരെ കഠിനമായ സമരമുറകളിലൂടെ ഞങ്ങൾ തുടർന്നും ഈ പ്രതിഷേധിക്കും. തലമുണ്ടനം പോലെയുള്ള പല സമരമുറകളും ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരുമെന്ന്. ഇനി DLED ആയിക്കോട്ടെ, BEd ആയിക്കോട്ടെ, അധ്യാപക ജോലി സ്വപ്നം കാണുന്നവർ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം, അതല്ല ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടി പിടിക്കാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം ഈ ഒരു പോസ്റ്റ് തെരഞ്ഞെടുക്കുക. ഞങ്ങള് LPSC റാങ്ക് ഹോൾഡേഴ്സ് അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 5ാം ദിവസത്തിലാണ്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ സർക്കാരിനെ കണ്ടത്. ഇപ്പോ ഇന്നലെ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു വലിയൊരു ശുഭപ്രതീക്ഷ കിട്ടുകയും അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ CMനെയും മറ്റു ഉദ്യോഗസ്ഥരെ കാണുകയുണ്ടായി. അപ്പൊ നമ്മുടെ പ്രധാന ആവശ്യങ്ങളിൽപ്പെട്ട 1:25 എന്ന ഈ ആവശ്യം ഡിവിഷൻ നഷ്ടപ്പെടുന്ന സ്കൂളുകളിലെങ്കിലും അവര് നടത്തിത്തരാമെന്നും, അതുപോലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ ഒരു സമയം കണക്കിലെടുത്ത് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിത്തരാമെന്നുള്ള ഉറപ്പുകൾ നമുക്ക് തന്നിരുന്നു. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് നമുക്ക് ഇന്നലെ കിട്ടിയ ആ ഒരു ഉറപ്പുകൾ ഇന്ന് നമുക്ക് പാഴായി പോയോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ടാണ്. കാരണം ഇപ്പോ ജൂലൈ 15-ന് സ്കൂളുകളിൽ സ്റ്റാഫ് ഫിക്സേഷൻ നടക്കാൻ പോവുകയാണ്. ഈ ഒരു സമയത്തിനുള്ളില് നമുക്ക് ഈ പറഞ്ഞ ഉറപ്പുകൾ അവർ പാലിച്ചില്ലെങ്കിൽ നമുക്ക് ഡിവിഷൻ പോളുകൾ അധികരിക്കുകയും കേരളത്തിൽ ഒന്നാകെ 600ഓളം അധ്യാപക തസ്തികൾ നഷ്ടപ്പെടുകയും അത്രയും അധ്യാപകരെ പുനർവിന്യസിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ഒരു നിയമനവും നടക്കാതെ ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ജൂലൈ 15-നുള്ളിൽ ഈ കാര്യങ്ങൾ സർക്കാർ നടത്തി തന്നില്ലെങ്കിൽ വളരെ കഠിനമായ സമരമുറകളിലൂടെ ഞങ്ങൾ തുടർന്നും ഈ പ്രതിഷേധിക്കും. തലമുണ്ടനം പോലെയുള്ള പല സമരമുറകളും ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരുമെന്ന് എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോ ഈ ഒരു കാര്യത്തില് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെ കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയില് ഞങ്ങൾ ഈ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ 1:25 എന്ന ഈ പ്രപ്പോസല് നമ്മൾ പരിഗണിക്കും, അത് ക്യാബിനറ്റില് വെക്കും, അത് നടപ്പിലാക്കി തരുമെന്നുള്ള ആ ഒരു ഉറപ്പ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. സമരം നേരിടാച്ച നമുക്ക് ഇതുവരെ നമ്മള് റാങ്ക് ലിസ്റ്റ് വന്നത് മുതൽ CMനെയും അതുപോലെ MLA മന്ത്രിമാരെയൊക്കെ കാണുന്നുണ്ട്. അവരെല്ലാം നമ്മളെ പരിഗണിക്കാം എന്നുള്ളൊരു വാക്കാണ് നമുക്ക് തരുന്നത്. പക്ഷേ ഇതൊരു ഓർഡർ ആക്കി കിട്ടിയില്ലെങ്കിൽ ആ വാക്കുകൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ ഞങ്ങളെ കയ്യിൽ നിന്ന് പോവും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ആ ഒരു ഓർഡർ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടർന്നെങ്കിലേ ഞങ്ങൾക്ക് അതിൽ കാര്യം ഉണ്ടാവുള്ളൂ. അതായത് അവർക്ക് ഈ ഒരു ജൂലൈ 15-നുള്ളിൽ നടത്തിത്തരാൻ സാധിക്കില്ല എന്നുള്ളൊരു രീതിയിൽ നമുക്ക് അറിയിപ്പ് കിട്ടിയ ഈ ഒരു 2 ദിവസത്തിനുള്ളിലോ 3 ദിവസത്തിനുള്ളിലോ അത് തീരുമാനിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് അറിയിപ്പ് കിട്ടിയ ഉദ്യോഗസ്ഥരുടെ അടുത്തുനിന്ന്. ഇപ്പൊ 1 വർഷവും 2 മാസവും പിന്നിട്ടിട്ടും പല ജില്ലകളിലും 1ാം റാങ്കിന് പോലും നിയമനം ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സാഹചര്യത്തിൽ PSC നമുക്ക് തരുന്ന ആൻസർ എന്ന് പറയുന്നത് അവരുടെ പ്രൊസീജിയറാണ്. പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വരും, അതായത് പുതിയ റാങ്ക് ലിസ്റ്റ് വീണ്ടും വരും. ആർക്കും നിയമനം ലഭിച്ചില്ലെങ്കിലും ഇതൊരു പ്രൊസീജിയറായിട്ട്, ഒരു പ്രഹസനമായിട്ട് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിലുള്ളൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലുള്ള അധികാരികൾ അല്ലെങ്കിൽ ഇതിൽ വേണ്ടപ്പെട്ടവർ ഇങ്ങനെ ചെയ്യുമ്പോൾ പുതിയ തലമുറയിലുള്ള ആളുകൾ, അത് ഇപ്പം BEd എടുക്കുന്നവരായിക്കോട്ടെ, അതേപോലെ തന്നെ DLED കഴിയുന്നവരായിരിക്കോട്ടെ, ഇവരുടെയൊക്കെ ഒരു ലൈഫിലെ നല്ലൊരു ഇവിടെ ഒരു അധ്യാപക മേഖലയിൽ പുതിയൊരു ചാൻസ്, അല്ലെ പുതിയൊരു പോസ്റ്റ് കൊടുക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും പരീക്ഷകൾ നടത്തി ഇവിടെ വരുന്ന കുട്ടികളെ പറ്റിക്കുന്നത് എന്നുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നിൽ കാണുന്ന അധികാരികളെടുത്ത് പലരുടെ അടുത്തും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആരും നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള ആൻസർ തരുന്നില്ല. അപ്പം എല്ലാവരും വീണ്ടും വീണ്ടും പ്രതീക്ഷയോടെ കൂടിയാണ്. ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ഒരു രീതിയിൽ പുതിയ കുട്ടികളെ ഇപ്പം വീണ്ടും കൊണ്ടുവരികയാണ്. പുതിയ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം. അപ്പൊ അവരുടെയൊക്കെ ലൈഫിലെ നല്ലൊരു ടൈമാണ് വേസ്റ്റ് ആക്കുന്നതെന്ന് മനസ്സിലാക്കാതെ അവർ വീണ്ടും വീണ്ടും ഇതിന് തയ്യാറെടുക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനി DLED ആയിക്കോട്ടെ, BEd ആയിക്കോട്ടെ, അധ്യാപക ജോലി സ്വപ്നം കാണുന്നവർ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം, അതല്ല ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടി പിടിക്കാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം ഈ ഒരു പോസ്റ്റ് തെരഞ്ഞെടുക്കുക, ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്.